നമ്മൾ ഉപ്പിടുകയാണ്. 1.5 സ്പൂൺ ഉപ്പ് ഇട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുക. മാരിനേറ്റ് ചെയ്ത് അത് നമ്മൾ 1 മണിക്കൂർ മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ബാക്കി നമുക്ക് സബോള അരിയാം. കഴിയുമ്പോൾ നമുക്ക് പച്ചമുളക് ചതയ്ക്കണം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുണ്ട്, അത് ചതച്ചെടുത്ത് ഇരിപ്പുണ്ട്. അത് ബാക്കി നമ്മൾ സബോള അരിയാണ്. നമ്മൾ ബിരിയാണിക്കുള്ള സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളകും തക്കാളി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ചതച്ചത്. നമ്മൾ വേറെ പിന്നെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. പച്ചമുളകാണ്. പച്ചമുളക് 8 വെച്ചിട്ടുണ്ട്. നല്ല എരിവുള്ള മുളകാണ്. നമ്മൾ ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ്. പിന്നെ നമ്മളതിലേക്ക് എണ്ണയും കൂടെ ഒഴിക്കുകയാണ്. 2 സ്പൂൺ എണ്ണയും കൂടെ. നമ്മൾ സബോള വറുത്ത് കോരാനും കശുവണ്ടിയൊക്കെ വറുത്ത് കോരാനും ഒക്കെ. പിന്നെ അതിൻ്റെ അകത്ത് തന്നെയാണ് നമ്മൾ ചിക്കനും വറുത്ത് കോരുന്നത്. അപ്പോൾ നമ്മളിനി എണ്ണ ചൂടാകട്ടെ. എണ്ണ ചൂടാകുന്നത് നമുക്ക് അതിലേക്ക് സബോള വറുത്ത് കോരാതെ സബോള നമുക്ക് വറുത്ത് കോരാം. സബോള വറുത്ത് കോരുകയാണ്. കശുവണ്ടി മുന്തിരി ഇടുകയാണ്. കശുവണ്ടി വറുത്ത് കോരിയിട്ട് അതിൻ്റെ അകത്ത് മുന്തിരിയും കൂടെ ഇടാം. നമുക്ക് കശുവണ്ടി പകുതി വറുക്കുമ്പോഴത്തേന് അതിൻ്റെ കൂടെ മുന്തിരിയും കൂടെ ഇട്ട് വറുത്താൽ നമുക്ക് രണ്ടും ഒരുപോലെ എടുക്കാം. ഇതെടുക്കുകയാണ്. മുന്തിരിയും കശുവണ്ടിയും വറുത്ത് വെച്ച് സബോളയും വറുത്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇനി അതിൻ്റെ അകത്തോട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വറുത്ത് കോരാനാണ്. നമുക്ക് അതിലേക്ക് നമുക്ക് ഈ ചിക്കൻ ഇടുകയാണ്. ചിക്കൻ വറുത്ത് കോരാം. കോഴിക്കോട് ബിരിയാണിയൊക്കെ ഞാൻ ഇവിടെ വന്നാണ് പഠിച്ചത് കേട്ടോ. ഇത് വറുത്ത് കോരിയിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ സബോള ഇട്ടില്ല. അപ്പോൾ മൊത്തം വറുത്ത് കോരാം. കുറച്ച് പോകും അത് വറുത്ത് കോരാം. ചിക്കൻ ആയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ വറുത്ത് കോരുകയാണ്. ചിക്കൻ വറുത്ത് കോരിയിട്ട് നമുക്ക് അകത്തേലോട്ട് സബോള ഇടാം. സബോളയും തക്കാളിയൊക്കെ നമുക്ക് വാട്ടാനാണ്. നമ്മൾ ചിക്കൻ വറുത്ത് കോരിയെ ഇനി നമ്മൾ അതിലേക്ക് ഇച്ചിരി ഗ്രാമ്പൂ, കറുവാപ്പട്ട ഇതെല്ലാം ചേർക്കുകയാണ്. ആ എണ്ണ തന്നെ മതി. ആ എണ്ണയ്ക്കകത്തോട്ട് ഗ്രാമ്പൂ, കറുവാപ്പട്ട, ഏലക്കകത്തോട്ട് നമ്മൾ അതിലേക്ക് ഇനി സബോള ഇടുകയാണ്. അതും സബോള നമുക്ക് വാട്ടിയെടുക്കാം. വാട്ടി മസാലയൊക്കെ ചേർക്കാം. നമ്മളത് കഴിഞ്ഞ് ഇത് വാടിയിട്ട് തക്കാളി ചേർക്കുകയാണ്. ആ വറുത്ത് കോരി എണ്ണയിൽ തന്നെയാണ്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാകും. സബോള ചിക്കൻ്റെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ പച്ചമുളകും കൂടെ ഇടുക. പിന്നെ പച്ചച്ചവ പോകുന്നിടം വരെ ഒന്ന് വാട്ടുക. പച്ചച്ചവ പോകുന്നിടം വരെ വാട്ടാതെ പച്ചച്ചവ പോയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തക്കാളി ഇടുകയാണ്. തക്കാളി ഇട്ട് അത് വാട്ടിയിട്ട് നമുക്ക് പിന്നെ മല്ലിയില ഇടും. നമ്മൾ അതിലേക്ക് മല്ലിയില ഇടുകയാണ്. തക്കാളിയും പാടി നമ്മൾ മല്ലിയില ഇടുക. പിന്നെ
മല്ലിപ്പൊടി ഇടുകയാണ്. എനിക്ക് ചിക്കൻ മസാല വേണമെങ്കിൽ ഇടാം. ഇത് ഗരം മസാലയാണ്, നമ്മൾ ഇവിടെ പൊടിച്ചതാണ്, ബിരിയാണിക്കുള്ള ഗരം മസാലയാണ്. മസാലയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ അകത്ത് ചിക്കൻ ഇടുകയാണ്. ചിക്കൻ ഇട്ട് നമ്മളിനി ഒന്ന് ഇളക്കി ആ ചിക്കനും കൂടെ യോജിപ്പിച്ചൊന്ന് പറ്റിച്ചെടുക്കണം. നോക്കുകയാണ്, റെഡി ആയിട്ടുണ്ട്. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മളടുത്ത പരിപാടി ചോറിലേക്കാണ് പോകുന്നത്. ചിക്കൻ റെഡിയായി. ഇനി നമ്മൾ ചോറിൻ്റെ പരിപാടി നോക്കാം. അടച്ച് മാറ്റി വയ്ക്കാവേ. ഒക്കെ നെയ്യ് ഒഴിക്കാവേ. അരി കൂട്ടാനാണ്. അപ്പം അതിലേക്ക് നമ്മൾ ഒരു കപ്പ് 1 സ്പൂൺ നെയ്യ് ഇടുക. കുറച്ച് എണ്ണയും കൂടെ വെള്ളത്തിലിട്ട് വെക്കുന്നത്. അതിലേക്ക് ഗ്രാമ്പു കറുവാപ്പട്ടയൊക്കെ ഇടുകയാണ്. നമുക്കെന്നിട്ട് അരി വറുത്ത് കോരാനാണ്. നമ്മൾ അരി വറുക്കുകയാണ്. നമ്മളൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്കാണ് വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ പിന്നെ എളുപ്പം കിട്ടും. 3/4 വേവ് ഇതാ മതി. പിന്നെ നമ്മൾ ദമ്മിടില്ലേ, ദമ്മിട്ട് പിന്നെ ബാക്കി വെന്തോളും. നമ്മൾ അതിലേക്ക് ഒരു പാത്രം, ഈ പാത്രത്തിലാണ് അരി എടുത്ത ആ പാത്രത്തിലാണ് നമ്മളിതിലേക്ക് ചിക്കൻ ക്യൂബ് ഇടുകയാണ്, ഒരു കഷ്ണം. പിന്നെ പൈനാപ്പിൾ ഇടുകയാണ്. ചോറിലാണ് പൈനാപ്പിളും കൂടെ ഇട്ട് ഉപ്പും കൂടെ ഇടുകയാണ്. ഉപ്പ് 2 സ്പൂൺ ഇട്ടിരിക്കുന്നത്, ടീസ്പൂണാണ്. അതൊന്നും ഇടുക. നമുക്കിനി അടച്ചു വെച്ച് വേവിക്കാം. അമ്പുവാണ് ചോറ് ദമ്മിടാൻ പോവാം. നമ്മൾ കശുവണ്ടിയും മുന്തിരിയും കൂടെ ഇടുകയാണ്. സബോള വറുത്തതും എല്ലാം ഇടുക. മല്ലിയില, പിന്നെ നമ്മൾ 1 സ്പൂണ് ഗരം മസാലയും കൂടി ഇടുന്നുണ്ട്. സ്പൂണ് നെയ്യും കൂടി ചേർക്കാം. നമുക്ക് അടച്ചു വയ്ക്കാം. ഓയിൽ പേപ്പർ കൊണ്ട് നമ്മൾ അടച്ചു വെച്ച് ദമ്മിടുകയാണ്. ദമ്മിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു. ബിരിയാണി റെഡിയായി. കോഴിക്കോടൻ ബിരിയാണി ഉണ്ടോ? തൈര്, ചട്നി, തേങ്ങ ചമ്മന്തിയാണ് കോഴിക്കോടൻ ബിരിയാണിയുടെ. ഉണ്ടാക്കി നോക്കണേ. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അടുത്ത വീഡിയോ കാണാവേ. ലൈക്ക് ചെയ്യണേ,
ഷെയർ ചെയ്യണം.